നല്ല പടം, സൂപ്പർ പടം, കണ്ടിരിക്കേണ്ട പടം. അടിപൊളി ടോവി, അടിപൊളി സൂപ്പർ പടം, നല്ല സിനിമയാണ്, എല്ലാവരും കാണും. ഒരു രക്ഷയില്ല. സൂപ്പർ, ടോവിന് അടിപൊളിയായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. നല്ല പടം, നല്ല അടിപൊളി, അടിപൊളി പടം. നൈസ് നൈസ് നൈസ്. താങ്ക് യു സർ, താങ്ക് യു. ഇന്നലെ ചെന്നൈയിലും ഏതാണ്ട് ഇതേ മോഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു എഫേർട്ട് എടുത്ത സിനിമ ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മൊമെൻ്റ്, നല്ല മൊമെൻ്റാണ്, ഞാൻ ആസ്വദിക്കുന്നു. ഇല്ല, അങ്ങനെ മാത്രമായിട്ട് എടുക്കേണ്ടതില്ല. ഒരു സിനിമ എന്ന നിലയ്ക്ക് ഇതിനെ കാണുക. നമ്മൾ സൗകര്യപൂർവ്വം മറന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് വിട്ടിരിക്കുകയാണ്, കുറച്ചും കൂടി റീഡിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക്. ആൾക്കാർ കാണട്ടെ, വിലയിരുത്തട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ എന്നാണ്. സിനിമ കണ്ടതിന് ശേഷം പല ആൾക്കാർക്കും മാറ്റി ചിന്തിക്കാൻ ഇടവരുന്ന രീതിയിൽ ഒരു മാറ്റി ചിന്തിക്കാൻ ഇടവരുന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നു വിചാരിക്കുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം പലരുടെ അഭിപ്രായങ്ങൾ മാറാനോ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മളൊരു കാര്യത്തെ അടയാളപ്പെടുത്തുകയാണ്. അത് അങ്ങനെ മാറ്റങ്ങളൊന്നും സിനിമയ്ക്ക് പെട്ടെന്നൊന്നും ഒരു സിനിമ കൊണ്ടൊന്നും നമ്മളെ സിസ്റ്റത്തിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ആർട്ട് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ പറയുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് പൊളിറ്റിക്സ് പറയുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് കത്തി വെക്കുന്നൊരു പരിപാടി വരുന്നു. അപ്പം അതിൽ വിശ്വാസങ്ങളുണ്ടോ? ഇല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലിബർട്ടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതാത് കമ്മിറ്റികൾ അല്ലെങ്കിൽ അതാത് സംവിധാനങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുറച്ചും കൂടി ലിബറേഷൻ നമുക്ക് ആർട്ടിലേക്ക് തന്നാൽ കുറച്ചും നന്നായിരിക്കും, സൊസൈറ്റിക്കും ആഗമത്തിൽ. ചരിത്രത്തിലേക്കൊക്കെ തിരിഞ്ഞു പോകേണ്ട പരാജയപ്പെട്ട പോരാട്ടങ്ങളും പ്രതിരോധങ്ങളും ചരിത്രത്തിൽ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അതിലേക്ക് വളരെ ധൈര്യപൂർവ്വമുള്ള എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും ഒരു ശ്രമത്തെ അഭിനന്ദിക്കാതിരിക്കാതെ മ്യൂസിക് അടിപൊളി. വേടന്റെ പാട്ട് പ്രതീക്ഷിച്ചു, പക്ഷെ വന്നില്ല. ഇല്ലായിരുന്നു. അടിപൊളി, ആദിവാസി എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല, പടം പൊളി. നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല, ഇതിൽ എൻ്റെ സുഹൃത്തുക്കളാണ് അഭിനയിച്ചിരിക്കുന്ന കുറേ ആൾക്കാരും. അതുപോലെ തന്നെ ഇതിലെ സീനിയറായ അഭിചേട്ടനാണ് അപ്പോൾ വന്നത്. അപ്പോൾ നല്ല സിനിമയാണ്, നല്ല തീമാണ്, ഇഷ്ടമായില്ലേ? നല്ലൊരു തീമാണ്, നല്ലൊരു സ്റ്റോറിയാണ്. സോ എല്ലാവരും വന്ന് കാണാം. കിട്ടില്ല, ഇവരാരും എവിടെയും പോയിട്ടില്ലല്ലോ കംബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രേറ്റ് പെർഫോമൻസ് ചേട്ടൻ സർ. നമുക്കൊക്കെ അറിയേണ്ട ഒരു സ്റ്റോറിയാണ് അല്ലേ? നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. നമ്മൾ 2023 നമ്മളിത് കേട്ടതാണ്. 23 അല്ല, 2003 നമ്മളിത് കേട്ടതാണ്. അപ്പം ഇതിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇനി അറിയില്ല ഇഫ് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി ആണോ. എനിവേ അബിൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. എനിക്ക് എൻ്റെ സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു. അപ്പോൾ പുള്ളിയും നന്നായിട്ട്, പ്രശാന്ത് മാധവൻ എല്ലാവരും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കാണും. തീർച്ചയായും റിയൽ ലൈഫിൽ നടന്ന കഥയാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും അറിയേണ്ടതാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി കുറേ കൂടെ ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് ഈ സിനിമ എന്തായാലും തരുന്നുണ്ടാവും. നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് ആസ് ആൻ ആക്ടർ. ടോവിനോട് പെർഫോമൻസ് നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയും പറയാം. എന്തായിട്ട് ഈ വിഷയം കുറേ കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ സഹായകരമാകും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥയാണ്. അപ്പോൾ എന്തായാലും ചർച്ച ചെയ്യപ്പെടും. നല്ല രീതിക്ക് തന്നെ അങ്ങനെ പറയാൻ വരട്ടെ. മറ്റു പടം കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്തായാലും പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷേ എന്നാലും ടോട്ടൽ ആ സംവിധാനവും എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി, കണ്ടന്റ്, സബ്സ്റ്റൻസ് എല്ലാം നന്നായിട്ടുണ്ട്. ഫോറസ്റ്റ് ആക്ടിവിസ്റ്റുകളിലേക്ക് തന്നെ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അത് ഉണ്ട്, നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് സത്യമായിട്ട് തന്നെ
വളച്ചൊടിക്കാൻ തന്നെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാം. ഈ സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനെ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ ആളുകൾ ഓർക്കുമോ? തീർച്ചയായും കാരണം എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന് അന്നത്തെ തലമുറയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പത്രം വായിക്കുന്ന ശീലമൊക്കെയും അതുകൊണ്ട് കറക്റ്റായിട്ട് അത് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നായാട്ട് പോലെ സിനിമകളൊക്കെ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നല്ലേ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായും. ഇത് ആരുടെ ഭാഗത്താണ്? ജനങ്ങളുടെ ഭാഗത്താണ്? ഇത് മനുഷ്യന്റെ ഭാഗത്തു നിന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. നമ്മൾ അടിസ്ഥാനവർഗമായ ആദിവാസികളുടെ കേരളത്തിലെ ഗോത്ര സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇതിലിപ്പോ PSC ഉദ്യോഗാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ടോവിനോയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ടായിരുന്നു? റിലേറ്റബിൾ ആയിരുന്നോ? റിലേറ്റബിൾ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ ഈ കാലത്ത് PSC ജോലി മാത്രം നോക്കിയിരുന്നിട്ടും കാര്യമില്ല.